എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. മറുരൂപമലയിലെ കർത്താവിൻ്റെ രൂപാന്തരം അനേക തവണ നാം വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണെങ്കിലും ഓരോ തവണ വായിക്കും തോറും പുതിയ അനുഭവങ്ങൾ കൊണ്ട് നിറയുന്ന സംഭവമാണല്ലോ ഇത്. പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു മലയിലേക്ക് കയറി പോവുകയാണ്. അതും തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരുമായി മാത്രം. പ്രാർത്ഥനയുടെ സ്വഭാവവും ശക്തിയും അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിധവുമെല്ലാം വെളിപ്പെടുത്തുന്ന സംഭവമാണിത്. ഏകാഗ്രമായ പ്രാർത്ഥനയ്ക്ക് വലിയ ആൾക്കൂട്ട സാന്നിധ്യം ആവശ്യമില്ല. വളരെ ചെറിയ സമൂഹം ഒരേ മാനസിക അവസ്ഥയിലും ചിന്തയിലും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സാധിക്കുമ്പോഴാണ് പ്രാർത്ഥന തീവ്രമാകുന്നത്. അതിനൊരു ഏകാന്ത സ്ഥലം ആവശ്യമാണ്. കർത്താവ് ഒരു മലമുകൾ തിരഞ്ഞെടുക്കുകയാണ്. ഭൂമിയുടെ ആകർഷകമായ ചിന്താവലയത്തിൽ നിന്ന് അല്പം മാറി നിൽക്കണം നമ്മുടെ പ്രാർത്ഥനാ സ്ഥലം. അറയിൽ കടക്കുവാൻ അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവ സാന്നിധ്യം മാനുഷിക വ്യാപാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയുടെ പരപ്പിൽ നിന്ന് തികച്ചും ഉയരത്തിലാണ്. നാം ഭൂമിയുടെ ലൗകികതയുടെ ചിന്തയിൽ നിന്ന് ഉയരും തോറും നമ്മുടെ വീക്ഷണങ്ങൾ വലുതാവുകയും നമ്മുടെ നിസ്സാരതയെക്കുറിച്ച് കൂടുതൽ നാം ബോധവാന്മാരാവുകയും നമ്മിലെ അഹം ചെറുതായി മാറുകയും ചെയ്യും. പൂർണ്ണമായി നമ്മിലെ അഹം ഇല്ലാതാകുന്ന ഇടം വരെ നാം ഉയരണം. ആ ഉയരത്തിലെത്തുമ്പോഴാണ് പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. അവിടെ എത്തുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് രൂപാന്തരമാണ്. ഇത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ബാഹ്യ ഘടനയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസമല്ല, മറിച്ച് മനസ്സിന്റെ ആന്തരിക പ്രകൃതത്തിന് ഉണ്ടാകുന്ന രൂപമാറ്റമാണ്. ആ രൂപമാറ്റത്തിലൂടെ അകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നു. അകത്ത് വികാരങ്ങളും വിചാരങ്ങളും തീരുമാനമെടുക്കുവാനുള്ള ശക്തിയും ആണല്ലോ പ്രധാനമായി കുടികൊള്ളുന്നത്. ഈ 3 മേഖലകളെയും വിശുദ്ധീകരിച്ച ശേഷം ആ വിശുദ്ധി ശരീരത്തിലേക്ക് ഒഴുകി വന്ന് ശരീരത്തെ മുഴുവൻ പവിത്രം ആക്കുകയാണ്. മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു. വസ്ത്രം ലോകത്തിലൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ സാധ്യമാകാത്ത വിധം വെണ്മയാക്കപ്പെടുന്നു. വളരെ വിസ്മയകരവും പരിഭ്രമജനകവും അത്യന്തം ആനന്ദ നിർഭരവുമായ അനുഭവം കൊണ്ട് നാം നിറയുകയാണ്. ഇതുപോലെ ഒരു സന്ദർഭമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ശുശ്രൂഷക്കാരൻ, എൻ്റെ വാത്സല്യമുള്ളവരെ, ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന സന്ദർഭം. മോശ ദൈവത്തോട് സംസാരിക്കുവാൻ സീനായി മലയിൽ കയറിപ്പോയ സന്ദർഭത്തിലും ഇതേ രൂപാന്തരത്തിന്റെ അനുഭവം നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34:29. ഇപ്രകാരം ഒരു തേജസ്കരണം പ്രാപിക്കുമ്പോൾ ദൈവ സംസർഗം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുകയാണ്. മേഘം താഴേക്ക് ഇറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു, നമ്മുടെ വാങ്ങിപ്പോയവർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ മനസ്സ് തുറക്കേണ്ടത്. യേശു യെരുശലേമിൽ സംഭവിക്കുവാനുള്ള തൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പിതാവാം ദൈവവും പരിശുദ്ധാത്മാവും വാങ്ങിപ്പോയ വിശുദ്ധന്മാരും ജീവനോട്ടിരിക്കുന്ന സ്ലീഹന്മാരും ആ പ്രാർത്ഥനയുടെ ആത്മാവിൽ ഒന്നായി മാറുകയാണ്. അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, യെരുശലേമിൽ സംഭവിപ്പാനിരിക്കുന്ന അതിദാരുണമായ നിര്യാണം അത് മാറ്റിക്കൊടുക്കുകയല്ല, മറിച്ച് മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് അതിനെ അഭിമുഖീകരിച്ചേ മതിയാകൂ. ആകയാൽ അതിനെ നേരിടുവാൻ യേശുവിനെ ശക്തീകരിക്കുകയാണ് ആ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന മറുപടി. പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടുന്നത് ഈ വിധത്തിലായിരിക്കും എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക കൂടെയാണ് ഈ സംഭവത്തിലൂടെ ചെയ്യുന്നത്. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന് ആ സമയത്തെ പത്രോസിന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ദൈവ സംസർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന ആനന്ദവും അനുഭൂതിയും ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കണം എന്ന ആഗ്രഹമാണ് ആ പ്രതികരണത്തിലെ 1ാമത്തെ സന്ദേശം. അത്തരം ഒരു അനുഭൂതിയിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ആ അനുഭൂതിയിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ ആഗ്രഹിക്കാതെ ആ അനുഭൂതിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹം എപ്പോഴും നമ്മിൽ വളർത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യമാണ്. അത് നാം മനസ്സിലാക്കിയിരിക്കണം. 2ാമത്, ഒരു കൂട്ടായ്മയുടെ ശക്തി ഈ ഒരു വാചകത്തിൽ അടങ്ങിയിട്ടുണ്ട്. നാം ഒന്നിച്ചായിരിക്കുന്ന ഈ അനുഭവം വേർപെടുത്തരുത് എന്ന് പത്രോസ് പറയുകയാണ്. ഇന്ന് കൂട്ടായ്മകൾ
കൈത്താങ്ങലുകൾ, പരസ്പരമുള്ള കരുതലുകൾ എല്ലാം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ തള്ളപ്പെടലും ഒറ്റപ്പെടുത്തലും കൂടി വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഒന്നിച്ചായിരിക്കുന്ന നല്ലത് എന്ന സന്ദേശത്തിന് വളരെ പ്രസക്തിയുണ്ട്. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും എത്ര സൗന്ദര്യമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുവല്ലോ 133:1. ഒരുമയുടെ ആത്മാവിൽ നമുക്ക് വളരുവാൻ സാധിക്കണം. ആ ഒരു സന്ദേശം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്, എല്ലാ വിഷയത്തിലും ഒരു നന്മ കാണുവാനുള്ള ആഹ്വാനം ഈ വാചകത്തിൽ ശ്രദ്ധേയമാണ്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് യെശയ്യാ പ്രവചനം 52:7 നാം വായിക്കുന്നുണ്ടല്ലോ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ കടന്നു വരുന്ന സ്ഥലങ്ങളാണ്. എവിടെയും നന്മ കാണുവാനും നന്മ പ്രചരിപ്പിക്കുവാനും നമുക്ക് കഴിയണം. നമ്മൾ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങൾ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയുന്ന സ്ഥലങ്ങളായും ഇടങ്ങളായും മാറണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.